നീ പോഡ്കാസ്റ്റ് എന്ന് പറയും, ഞാൻ ഓണം എന്ന് പറയും, നീ റോട്ട് എന്ന് പറയും. എന്നിട്ട് 1 2 3 പോഡ്കാസ്റ്റ് ഓൺ റോഡ്. ഹായ്, നമസ്കാരം. വണക്കം. അപ്പോൾ നമ്മൾ കുറെ കാലത്തിന് ശേഷം നമ്മൾ മൂന്നിൽ കൂടി കൂടുന്നത് ഇങ്ങനെ നമ്മൾ പുതിയ സീരീസ് തുടങ്ങിയാണ്. സീരീസിന്റെ പേര് IPL. അപ്പൊ നമുക്ക് പേര് വഴിയിടാം. അപ്പൊ നമുക്ക് ചാമ്പ്യൻസ് ട്രോഫി ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മള് പുതിയ കളികൾ കാണാനും IPL റിവ്യൂ ഇടാനും. അതെ, അപ്പൊ അത് നമ്മള് അന്ന് നമ്മുടെ സ്പെഷ്യൽ എപ്പിസോഡ് ആയിരുന്നു കൃഷ്ണനൊക്കെ വന്ന്. അന്ന് എപ്പിസോഡ് ഏതായിരുന്നു? നമ്മൾ എന്ത് ചെയ്യും? അതിനുശേഷം നമ്മൾ ആദ്യം 3 വീഡിയോ വരുന്നത്. ഒന്നിനും നമ്മൾ രണ്ടുപേരും കൂടുതൽ വീഡിയോ വന്നത്, അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരിക്കും വരുന്നത്. നമ്മൾ രണ്ടുപേരും വീഡിയോ വന്നിട്ട് തോന്നുന്നു. ക്യാമറമാൻ വിരാട് കോഹ്ലി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബ്ലൂപ്പറിന്റെ അവസാനം പെട്ടെന്ന് 2 സെക്കൻഡ് ഇങ്ങനെ ഓടിക്കണം. അവിടെ എനിക്കിട്ടുണ്ടാക്കണമല്ലേ ഇതില്ലേ അതിന്റെ ഒരു 5 സെക്കൻഡ് ഇട്ടാ മതി. ഇത് കണ്ട അതിന്റെ റീച്ച് ചെയ്തില്ല. ഇങ്ങനെ കട്ട് ചെയ്യുന്നില്ല. അതിന്റെ ആ ഒരു ലിങ്ക് അവിടെ ഐക്കാറിലായിട്ടില്ല വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പൊ താഴെ ലിങ്ക് കാണോ അതിന്റെ. അന്ന് രസവും ഇവിടെ ഇങ്ങനെ ഇവിടം വരെ എത്തിയെന്നാ അല്ലേ കരമനെ. അപ്പൊ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ ജയിച്ചു. അതെ, വളരെ മികച്ച രീതി. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? 12 വർഷത്തിന് ശേഷം ഇന്ത്യ ജയിച്ചു. അടുപ്പിച്ച് 2 ICC ട്രോഫീസ്. അതെ, PGക്ക് കയ്യിൽ നിന്ന് പോയെങ്കിലും അത് പോയി. സീരീസ് നമുക്ക് സീരീസ് ജയിച്ചോണ്ടിരുന്നപ്പോ കപ്പ് കിട്ടുന്നില്ലായിരുന്നു ICC. അപ്പൊ കപ്പ് കിട്ടുന്നുണ്ട്. അപ്പൊ സീരീസ് ഒക്കെ പോകുന്നുണ്ട്. അതാണ് സീരീസ് പോട്ടെ ICC വരട്ടെ. ഏറ്റവും അവസാനം നമുക്ക് കപ്പാണ് വലുത്. അതെ, അത് കിട്ടുന്നു. വേൾഡ് ലൈറ്റിൽ അത്രയും മതി. എന്നും പറഞ്ഞ് 65 ദിവസത്തിന് ശേഷം നമുക്ക് ജയിക്കണതൊക്കെ മോശമില്ലേ? അത് ശരിയാണ്. എന്ന് പറഞ്ഞ് ഹോം ഗ്രൗണ്ടിൽ ഇങ്ങനെ വാഷ് ഔട്ട് ആവുന്നത് മോശമാണ്. അത് പറയണുണ്ട്. അങ്ങനെ ഇത്രയും കാലം നമ്മൾ ഒരുമിച്ച് നിന്നതിന് ശേഷം അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ 3 പാട്ടാവാൻ പോകണം. അപ്പോ മുംബൈ, ഞാൻ ചെന്നൈ, രാജസ്ഥാൻ, അങ്ങനെ നമ്മൾ വീണ്ടും അങ്ങനെ മാറുകയാണ്. ബട്ട് സ്റ്റിൽ ഇതാണെങ്കിലും നമ്മുടെ കളിക്കാരനാണ് എല്ലാവരും 3 ടീമിലുള്ള. രോഹിത് ആണെങ്കിലും ശരി, ധോണി ആണെങ്കിലും ശരി, സഞ്ജുവാണെങ്കിലും ശരി. ആഫ്റ്റർ ഓൾ നമ്മൾ പരസ്പരമുള്ള മിക്കവാറും വീടിൽ അങ്ങനെ വരുത്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 1 million zillion jillion dillion cotillion times later. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് സ്കോഡ് നമുക്ക് ഒന്നുകൂടി പറഞ്ഞത് എനർജി ഇല്ല. അതാണ് എനിക്കും തോന്നുന്നത്. അപ്പൊ എന്നെ കിട്ടില്ലല്ലോ. നിങ്ങൾ റിയാക്ഷൻ കിട്ടിയ റിയാക്ഷൻ വീഡിയോ റിയാക്ഷൻ എടുക്കേണ്ടി വരും. അതാണ് നമ്മുടെ ഇൻട്രോഗേഷൻ വേറെ വലിയ ഒരു എനർജി ഇല്ലാതെ. അതുണ്ട്, ആ എനർജി ഇല്ല. എനർജി ഉണ്ടെങ്കിൽ കണ്ടന്റ് ഇല്ലെങ്കിൽ ഇങ്ങനെ പോവും. ആ ഫ്ലോയിൽ അങ്ങ് പോവും. സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടില് വെള്ളം വാങ്ങിച്ചാൽ വേണ്ട എത്രയും മുടക്കിയില്ല. നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്കോഡ് ഒന്നും പറയണ്ടേ? ഈ സ്കോഡ് വായിക്കുന്നു. അത് കൊള്ളാം. രാവിലെ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് ആദ്യം KKRന്റെ സ്കോഡിലേക്ക് നോക്കാം. ആദ്യമായിട്ട് ബാറ്റേഴ്സ്: അജിങ്ക്യ റഹാനെ, റിങ്കു സിംഗ്, ക്വിന്റൻ ഡി കോക്ക്, റഹ്മാനുള്ള ഗുർബാസ്, അംഗ്രീഷ് രഘുവൻഷി, റോമൻ പവൽ, മനീഷ് പാണ്ഡെ ആൻഡ് ലവ്നീത് സിസോഡിയ. ഇനി നമുക്ക് ഓൾറൗണ്ടേഴ്സിലേക്ക് നോക്കാം. വെങ്കടേഷ് അയ്യർ, അനുകുൽ റോയ്, മൊയിൻ അലി, റമൻദീപ് സിംഗ്, ആൻഡ്രേ റസൽ. ഇനി ബോളേഴ്സ് നോക്കുകയാണെങ്കിൽ ആൻഡ്രിച്ച് നോർക്കെ, വൈഭവ് അറോറ, മയങ്ക് മർക്കണ്ഡെ, സ്പെൻസർ ജോൺസൺ, ഉമ്രാൻ മാലിക്, ഹർഷിത് റാണ, സുനിൽ നരായൺ ആൻഡ് ലാസ്റ്റ് വരുൺ ചക്രവർത്തി. നമുക്ക് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെ ടീമിലേക്ക് നോക്കാം. ആദ്യം ബാറ്റേഴ്സ്: ക്യാപ്റ്റൻ രജത് പട്ടിദർ, പിന്നെ വിരാട് കോഹ്ലി, ഫിൽ സോൾട്ട്, ജിതേഷ് ശർമ്മ, ദേവ്ദത്ത് പടിക്കൽ ആൻഡ് സ്വാസ്തിക് ചിക്കാര. ഇനി ഓൾറൗണ്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ലിയം ലിവിങ്സ്റ്റൺ, കൃണാൽ പാണ്ഡ്യ, സ്വപ്നിൽ സിംഗ്, ടിം ഡേവിഡ്, റിമാരിയോ ഷെപ്പേർഡ്, മനോജ് ബണ്ടാഗെ ആൻഡ് ജേക്കബ് ബത്തൻ. ഇനി ബോളേഴ്സ് നോക്കാം. ജോഷ് ഹേസൽവുഡ്, റസീഖ് ദാർ, സുയശ് ശർമ്മ, ഭുവനേശ്വർ കുമാർ, നുവാൻ തുഷാര, ലുങ്കി എങ്കിടി, അഭിനന്ദൻ സിംഗ്, മോഹിത് റാത്തി ആൻഡ് യശ് ദയാൽ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ ബൈ. ബൈ.